നമ്മുടെ ഇമോഷനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ നമ്മുടെ ഭാവി നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇമോഷനാണ് നമ്മുടെ ബ്രെയിനിന് പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ. ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് കറിയായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഓർമ്മിക്കാൻ കഴിയണമെന്നില്ല. അതേസമയം അന്നത്തെ ദിവസം നിങ്ങളോട് ആരെങ്കിലും വളരെ മോശമായിട്ട്, ഹാർഷായിട്ട് പെരുമാറിയിട്ട് നിങ്ങളുടെ മനസ്സിന് നല്ല വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ആ ഒരു രംഗം നിങ്ങൾ ഇപ്പോഴും നന്നായിട്ട് ഓർത്തു വയ്ക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു രംഗത്തെ ഒരു ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നത് പോലെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ മനസ്സിൽ ശക്തമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ്, സൂക്ഷിച്ചു വെക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ ഉപബോധ മനസ്സും നമ്മുടെ ബ്രെയിനും ധരിച്ചിരിക്കുന്നത്. അതാണ് അത്തരം സംഭവങ്ങളുടെ രംഗങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാലും നമ്മൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ദിവസേന ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര ഫീലിങ്സ് ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ അക്കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണമെന്നില്ല. അതേസമയം നമ്മളെല്ലാവരും ഒന്നിച്ച് പുറത്തു പോയി ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്ന രംഗം കുറെ നാൾ കഴിഞ്ഞാലും നമുക്ക് ഓർമ്മയുണ്ടാകും. അതിലെ വിഭവങ്ങളും ഓർമ്മയുണ്ടാകും. കാരണം ആ ഒരു രംഗത്തെ ഇമോഷൻ നമ്മുടെ ബ്രെയിൻ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടാണത്. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശക്തമായ വികാരത്തോടു കൂടിയുള്ള അനുഭവങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാലും ബ്രെയിൻ മറക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, പല നെഗറ്റീവ് അനുഭവങ്ങളും നമ്മുടെ ഭാവിയിലെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന വിധം നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ മെമ്മറീസായി സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു സ്കൂളിലെ ഒരു കുട്ടിയെ സങ്കല്പിക്കുക. ആ കുട്ടിയോട് ടീച്ചർ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറയുകയാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി എന്ന് മാത്രമല്ല, പറഞ്ഞപ്പോൾ നാക്കുപിഴവിൽ എന്തോ ഒരു അബദ്ധവുമാണ് പറഞ്ഞത്. ആ ക്ലാസ് മുഴുവനും അവനെ നോക്കി ചിരിച്ചു. ആ ഒരു സംഭവം ഒരു 30 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ മനസ്സിലാ നാണക്കേട് കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്തു. പിന്നെ അവനും അത് പൂർണ്ണമായിട്ടും മറന്നു. എന്നാൽ മുതിർന്നതിന് ശേഷം ഒരു പൊതുവേദിയിൽ 2 വാക്ക് സംസാരിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രസന്റേഷൻ നടത്താനോ ഒക്കെ ഉള്ള അവസരങ്ങൾ വരുമ്പോൾ അവന് എന്തെന്നില്ലാത്ത മടിയും ഒരു ഉൾവലിവുമാണ്, പേടിയുമാണ്. ആ ഉൾവലിവിന് കാരണം മറ്റൊന്നുമല്ല, അവന്റെ ബ്രെയിൻ സെല്ലുകൾ പഴയ ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇത് പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിന് മാത്രമല്ല, ജീവിതത്തിൽ ഒരു ഉയർന്നു വരാനുള്ള എന്ത് തീരുമാനമെടുക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം ആലോചനകൾ വരുമ്പോഴും ചിന്തകൾ വരുമ്പോഴും എല്ലാം തന്നെ ഇതുപോലുള്ള ഉൾവലിവുകളും ഭയവും മടിയുമൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം പണ്ടൊക്കെ ഇതുപോലെ അനുഭവിച്ച് മറന്നുപോയ പല നെഗറ്റീവ് അനുഭവങ്ങളുടെയും ഇമോഷൻസ്, വികാരങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ബ്രെയിൻ സെല്ലുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതിനെ ഈസി ആയിട്ട് മറികടക്കാൻ പ്രമുഖ ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ ജോ ഡിസ്പെൻസ നൽകിയിട്ടുള്ള വളരെ പവർഫുള്ളായ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഏത് കാര്യത്തിനാണോ നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ളത് അല്ലെങ്കിൽ ഉൾവലിവുള്ളത്, അതിന് നേരെ ഓപ്പോസിറ്റായ ഇമോഷൻ മനസ്സിൽ നിരന്തരം കൊണ്ടുവന്ന് നിറയ്ക്കുക എന്നുള്ളതാണ് ആ മെത്തേഡ്. ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞ ആ വ്യക്തി താൻ വളരെ ആത്മവിശ്വാസത്തോടെ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതോ ഒരു പബ്ലിക് പ്രസന്റേഷൻ നടത്തുന്നതോ മനസ്സിൽ നിരന്തരം വിഷ്വലൈസ് ചെയ്യുകയാണ്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ആളുകൾ ആവേശത്തോടെ കൈയടിക്കുന്നതും തന്നെ വന്ന് അഭിനന്ദിക്കുന്നതുമെല്ലാം അയാൾ ആവർത്തിച്ച് കാണുകയാണ്. അതിലൂടെ അക്കാര്യം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ മനസ്സിൽ അഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കൃതജ്ഞതയുടെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെയും എല്ലാം ഇമോഷൻസ് നിറയുകയാണ്. അതോടെ പതിയെ അയാളുടെ ബ്രെയിൻ അയാളുടെ ഒരു വൈകാരിക അനുഭവത്തെ മെല്ലെ മെല്ലെ ഏറ്റെടുക്കാൻ തുടങ്ങും. പണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ നെഗറ്റീവ് അനുഭവത്തിന്റെ രംഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു പുതിയ ഇമോഷൻസ് ആ ഒരു സ്ഥാനത്ത് കൊണ്ടുവരാൻ തുടങ്ങും. അതോടുകൂടി ക്രമേണ അയാൾക്ക് മനസ്സിലാകും അയാളുടെ ആത്മവിശ്വാസം വളരുന്നതും അയാളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം സ്വാഭാവികമായ മാറ്റം വരുന്നതും അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഒരു യഥാർത്ഥ അനുഭവവും തീവ്രമായ വികാരത്തോടു കൂടി നമ്മൾ മനസ്സിൽ കാണുന്ന രംഗവും തമ്മിൽ തിരിച്ചറിയാൻ നമ്മുടെ ബ്രെയിനിനോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ ഭൂതകാലമല്ല നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ഇന്ന് നിങ്ങളുടെ മനസ്സിനെ ശീലിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ നിർമ്മിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളുടെ വേദനകളെ വീണ്ടും വീണ്ടും ഓർത്ത് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് നിർത്തുക. പകരം നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയായി സ്വയം മനസ്സിൽ പരിശീലിക്കാൻ തുടങ്ങുക. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ, ആ ഫ്യൂച്ചർ സെൽഫിന്റെ വികാരങ്ങളും വിചാരങ്ങളും ജീവിത ശൈലികളും കിട്ടുന്ന അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം തന്നെ മനസ്സിൽ കൊണ്ടുവന്ന് ആ വൈകാരിക അവസ്ഥയിലൂടെ നിരന്തരം കടന്നു പോവുക. അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം തന്നെ
സ്വാഭാവികമായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയാകുന്നത് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ തിരിച്ചറിയാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. ഈ ഒരു വീഡിയോയിലെ ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ നിങ്ങൾ തീർച്ചയായും യെസ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന പുതിയ വീഡിയോകളുമായി ഉടൻ തന്നെ എത്താം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.